ആദ്യമായി തന്നെ എൻ്റെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞാനുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സജാദ് മീഡിയ 2 എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പേരാവൂർ റെയിൽവേ സ്റ്റേഷൻ കാണിക്കാനാണ്. അപ്പോൾ ഈ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഉള്ളിലേക്കൊക്കെ നമുക്ക് പോയിട്ട് കാണാം. ഇത് ഇരിപ്പിടമാണ് റെയിൽവേ സ്റ്റേഷൻ്റെ. ഇപ്പോൾ ഇവിടെ ട്രെയിനൊന്നും നിർത്തലില്ല, ഈ സ്റ്റേഷൻ തന്നെ അങ്ങനെ ഇല്ല. ഇപ്പോൾ ട്രെയിൻ അങ്ങനെ നിർത്തലില്ല, തീവണ്ടി ഇവിടെ നിർത്തലില്ല. ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇപ്പോൾ ഇവിടെ ഇല്ലാതെ ആകെ കാട് പിടിച്ച് പുല്ലും പൊന്തൊക്കെ ആയിട്ട് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ. എൻ്റെ അഭിപ്രായത്തിൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നിലനിൽക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം, വേണമെന്നാണ്. പക്ഷേ ഇവിടെ ഇപ്പം അതില്ല. ഈ പോയിട്ട് കുറേ അതിനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. ആർക്കൊക്കെ ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വേണമെന്നുള്ളത് അഭിപ്രായമുള്ളവർ കമൻ്റായിട്ട് അറിയിക്കുക. ഇപ്പോൾ ഈ കാണാൻ റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡാണിത്. റെയിൽവേ സ്റ്റേഷൻ എഴുതിയ മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എഴുതിയ ആ ബോർഡാണ് ആ കാണുന്നത്. അതുമ്പോൾ പറഞ്ഞു കിടക്കുകയാണ് അവിടെ. ഇപ്പോൾ ട്രെയിനൊന്നും അങ്ങനെ നിർത്തലില്ല, റെയിൽവേ സ്റ്റേഷൻ തന്നെ ഇല്ലാതായിരിക്കണം ഇവിടെ. അപ്പുറത്തെ ആൾക്കാർക്ക് കുറ്റിപ്പുറത്തൊക്കെ പോകണമെങ്കിൽ ട്രെയിനിന് പോകണമെങ്കിൽ പള്ളിപ്പുറത്ത് പോയി, അല്ലെങ്കിൽ പിന്നെ ബസ്സിന് പോയിട്ട് പോകണം. അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടാണ്. ആർക്കൊക്കെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിലനിൽക്കണമെന്നുള്ളവരൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. വേണോ വേണ്ട എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. എവിടെ കാലം പോലെ തന്നെ ഉണ്ട്. പക്ഷെ ട്രെയിനാണ് നിർത്തുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തുന്നത് കണ്ടിട്ടില്ല, ഉണ്ടോയെന്ന് അറിയില്ല. ഇനി ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക, നാട്ടുകാരൊക്കെ ഉണ്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. അതിനൊന്നും മറക്കരുത്, ലൈക്കും ചെയ്യുക. വലിയ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. അതാണ് വെച്ചാൽ കമൻ്റായിട്ട് അറിയിച്ചാൽ പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനുള്ളത് ട്രെൻഡിങ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് കമൻറ്റ് അറിയിക്കണം. ഇപ്പോൾ നമ്മൾ കാണുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ്. അപ്പോൾ ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടാകുന്ന ടിക്കറ്റ് കൊടുക്കുന്ന സ്ഥലമാണത്. ഇതുവരെ ബോർഡാണ് ഓരോ സ്ഥലത്തേക്കുള്ള സമയവും ഒരു ബോർഡായിരുന്നു. കണ്ടപ്പോൾ ഇതിൻ്റെ അവസ്ഥ ഒന്നും കണ്ടില്ല. ഉപയോഗം ഞാൻ ഇട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഉപയോഗം വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്. ഇവിടെ റെയിൽവേ സ്റ്റേഷൻ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഉള്ളത്. ഇപ്പം എന്താ റെയിൽവേ സ്റ്റേഷൻ വരണം, ആർക്കൊക്കെ വരണം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ ഞാൻ അതിൻ്റെ അടുത്ത് പറയുകയാണ്, കമൻറ്റിലൂടെ നിങ്ങൾ അറിയിക്കണം. അപ്പോൾ ആർക്കൊക്കെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിലനിൽക്കുന്നുള്ളവർ കമൻറ്റിൽ അറിയിക്കുക. റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ആകെ മാറി. ഈ റെയിൽവേ സ്റ്റേഷൻ നിലനിർത്താനുള്ള ഇവിടെ നന്നാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എൻ്റെ അയൽവക്കത്തുള്ള നാട് തന്നെയാണ് എൻ്റെ റെയിൽവേ സ്റ്റേഷൻ പള്ളിപ്പുറമാണ്. കുറച്ചുകൂടെ പോകുന്ന തൃശ്ശൂരാണ്. ഇപ്പോൾ ഉള്ളത് കുറ്റിപ്പുറമാണ്. പേഷനറിയില്ലെങ്കിൽ പിന്നെ കുറ്റിപ്പുറമാണ്. അപ്പോൾ പേഷനറി സ്റ്റേഷൻ വേണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത്.